ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ദേവൂസ് പ്ലാന്റ്സ് വേൾഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വാട്ടർ പ്ലാന്റ്സിൻ്റെ ഒന്നും സെയിലായിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്. കുറച്ച് അഗ്ലോണിമ, കലാത്തിയ, ബിഗോണിയ, കുറച്ച് 10 മണി കട്ടിങ്സ്, അങ്ങനെ കുറച്ച് വെറൈറ്റികളുമായിട്ടാണ് നമ്മൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ എല്ലാ പ്ലാന്റ്സുകളും നമ്മളൊരു കോംബോ ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. സിംഗിൾ പ്ലാന്റ് ആയിട്ട് തരുന്നതായിരിക്കും, പക്ഷേ അത് കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ തോനെയും ഗ്രീൻ വെറൈറ്റികളുടെ ആണ് കേട്ടോ കോംബോ എല്ലാം സെറ്റാക്കിയേക്കുന്നത്. നമ്മുടെ ഇവിടെ അധികവും ഗ്രീൻ വെറൈറ്റികളായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊക്കെ ഞാൻ കുറേ റെഡ് വെറൈറ്റികളൊക്കെ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ അതൊന്നും എനിക്ക് അങ്ങോട്ട് സെറ്റായി കിട്ടിയില്ലായിരുന്നു. അന്നേരം ഞാൻ എന്തോ ചെയ്തു, പിന്നെ കുറേ ഗ്രീൻ വെറൈറ്റികൾ മാത്രം വാങ്ങി. അത് ഞാൻ വെയിലത്തും മഴയത്തും ഒക്കെ ഇട്ടിട്ട് ഒരു 2-3 കൊല്ലമായി. അന്നേരം അതിന് മുമ്പ് വാങ്ങിയതാണ്, പക്ഷേ എല്ലാം ഇപ്പം അങ്ങ് സെറ്റായി. നമ്മുടെ ആ ഒരു കാലാവസ്ഥയായിട്ട് മഴ കൊണ്ടാലും വെയിൽ കൊണ്ടാലും ഒന്നും ഒരു പ്രശ്നമില്ലാതെ. പിന്നെ കുറേ കളക്ട് ചെയ്തു ഇങ്ങനെ കളർ വെറൈറ്റികളൊക്കെ വരുന്ന വെറൈറ്റികൾ. പക്ഷേ അതിനെക്കാട്ടി എനിക്കിഷ്ടം ഈ പറയുന്ന ഗ്രീൻ വെറൈറ്റികളാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ദാണ്ട് ഈ ഒരു സൈസിലുള്ള, അതായത് ഇപ്പോൾ ഒരു 2 വർഷമൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ പിരിച്ചു മാറ്റി നട്ടതാണ്. അന്നൊന്നും ഇങ്ങനെ സെയിലായിട്ടൊന്നും ഇടണം എന്ന് വിചാരിച്ചില്ല. അങ്ങനെ ഇപ്പോൾ കുറേ അധികം ആയപ്പം കുറച്ച് പ്ലാന്റുകൾ സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ച് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം നല്ല ബിഗ് സൈസ് പ്ലാന്റുകളാണ്. കോംബോ ആയിട്ട് തന്നെ വാങ്ങിക്കാൻ നോക്കുക കേട്ടോ. അന്നേരം നിങ്ങൾക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കൊണ്ടുവച്ച് വലിയ പോട്ടിലോട്ട് അങ്ങ് നട്ടു കൊടുത്താൽ മതി. ചെറിയ പ്ലാന്റുകളൊന്നുമല്ല. ഈ 6 ചെടികൾക്കും കൂടെ കോംബോ പ്രൈസ് വരുന്നത് 500+ ഈസിയാണ് കേട്ടോ. എല്ലാം നല്ല, നമ്മൾ 1 വർഷം മുമ്പ് മാറ്റി നട്ടതാണ് ഈ പ്ലാന്റുകളെല്ലാം. അതുകൊണ്ട് എല്ലാം നല്ല വലിയ സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അന്നേരം ഈ 6 പ്ലാന്റുകൾക്ക് 500+ ഈസിയാണ് കേട്ടോ വരുന്നത്. ഒരുമിച്ചായിട്ടാണ് കൊടുക്കുന്നത്, സിംഗിളായിട്ടല്ല, ഒരുമിച്ചാണ് എടുക്കേണ്ടത്. പിന്നെ നാണ്ട് ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. നമ്മുടെ ഗ്രീൻ ലീഫായ പ്ലാന്റുകൾ ഇതിപ്പോൾ ഒരു 3 വർഷമൊക്കെ ആയ ചെടിയാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ, അതിൻ്റെ ലീഫുകൾ കാണാൻ. നമ്മൾ ഈ റെഡ് വെറൈറ്റികളൊക്കെ വെക്കുമ്പം പെട്ടെന്ന് നശിച്ചു പോകുന്നുണ്ട്. ഇത് മഴയത്തും വെയിലത്തും ഒക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നതാണ്, ഒരു കുഴപ്പമില്ല. അടുത്തത് താണ്ട വീണ്ടും ഒരു 6 പ്ലാന്റിൻ്റെ വീണ്ടും കോംബോ ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതും എല്ലാം നല്ല വലിയ പ്ലാന്റുകളാണ് കേട്ടോ. അതാണ്ട് ഇതിൻ്റെയൊക്കെ ലീഫിന് ഇത്രയും കളർ കയറി വരണമെങ്കിൽ അത്രയും ദിവസം നമ്മുടെ ഇത് പോട്ടിൽ നിന്ന് സെറ്റായതിന് ശേഷമാണ് ഈ ഒരു കളർ ഷെയ്ഡിലോട്ട് നമുക്കിത് വരുന്നത്. അതാണ്ട് ഇത്രയും വലിയ പ്ലാന്റ് ഇതാണ് കേട്ടോ സൈസൊക്കെ വരുന്നതെല്ലാം. അതുപോലെ താണ്ട് ഈ ഒരു കളർ ഷെയ്ഡ്, ഇതും കാണാൻ നല്ല രസമുള്ളൊരു പ്ലാന്റാണ്. കണ്ടോ, വലിയ പോട്ടാണ് കേട്ടോ, വലിയ പ്ലാന്റ് സൈസാണ്. ചെറിയ പോട്ടിൽ നമ്മൾ നട്ടതാണ്, പക്ഷെ 1 വർഷമായി ഇതിനകത്തൊക്കെ മാറ്റി നട്ടിട്ട് കേട്ടോ. കണ്ട് നല്ല വലിയ പ്ലാന്റ് സൈസാണ് കേട്ടോ ഇതിനൊക്കെ. ഒരു 6 പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് 500+ ഈസിയാണ് കേട്ടോ. ഇതാണ് 6 പ്ലാന്റുകൾ. അടുത്തതാണ്ട് ഈ ഒരു 3 പ്ലാന്റിൻ്റെ കോംബോ ആണ് കേട്ടോ. ഈ ഒരു 3 പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് 200+ ഈസിയാണ് കേട്ടോ. എല്ലാം നല്ല അത്യാവശ്യം പറഞ്ഞല്ലോ, നമ്മൾ വലിയ ചെടികളാണെല്ലാം. ഇത് എല്ലാം മാറ്റി നട്ടിട്ട് 1 വർഷത്തിന് മീതെയായി. നമ്മളങ്ങനെ സെയിലായിട്ട് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ദാണ്ട് ഇതാണ് 3 പ്ലാന്റുകൾ, 200+ ഈസിയാണ് കേട്ടോ വരുന്നത്. അടുത്തത് കുറച്ച് കലാത്തിയ ചെടിയുടെ കോംബോ ആണ് കേട്ടോ. അതും നമ്മൾ 6 പ്ലാന്റാണ് സെറ്റ് ചെയ്തേക്കുന്നത്. 6 പ്ലാന്റിന് 500+ ഈസി. 6ഉം വ്യത്യസ്തമായ രീതിയിലുള്ളതാണ് കേട്ടോ. ഇതെല്ലാം ബുഷി പോട്ടാണ്. ഇതിൻ്റെ ഒരു സിംഗിൾ പ്ലാന്റ് ആയിട്ടായിരിക്കും തരുന്നത് കേട്ടോ. ഇതൊക്കെ കുറേ പ്ലാന്റ് ചേർന്ന് നിൽക്കുകയാണ്. നമ്മൾ ഇളക്കിയിട്ട് ഓരോ ഷൂട്ട് വീതമായിരിക്കും തരുന്നത്. ഒരെണ്ണം താണ്ട് ഈ ഒരു വെറൈറ്റിയാണ്. എല്ലാം പലതാണ് കേട്ടോ, സെയിം അല്ല, പല വെറൈറ്റികളാണ്. അതുകൊണ്ട് അടുത്ത് ഈ ഒരു എണ്ണം വരുന്നത്, പിന്നെ താണ്ട് ഈ ഒരു നാരോ ലീഫ് വരുന്നത്, താണ്ട് ഈ ഒരു ഷെയ്ഡ്, താണ്ട് ഇത്. അങ്ങനെ 6 പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് 500+ ഈസിയാണ് കേട്ടോ. അടുത്തത് താണ്ട് ഈ ഒരു 3 ബിഗോണിയാണ് കേട്ടോ. ഈ ഒരു 3 ബിഗോണിയുടെ ഇത് കുറേ പ്ലാന്റ് ചേർന്ന് നിൽക്കുന്നതാണ് കേട്ടോ. ഇതിൽ നിന്ന് ഒരു ഷൂട്ടായിരിക്കും കേട്ടോ തരുന്നത്, മൊത്തത്തിലായിരിക്കത്തില്ല. ഇതൊക്കെ ഒറ്റ ഷൂട്ടാണ് കേട്ടോ. ഇതും 2-3 എണ്ണം ഉണ്ട്. ഇത് നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ളത് നോക്കിയിട്ട് അയച്ചു തരുന്നതായിരിക്കും. അന്നേരം 3 ബിഗോണിയുടെ കോംബോ പ്രൈസ് വരുന്നത് 200+ ഈസിയാണ് കേട്ടോ. അടുത്തതാണ്ട് ഈ 4 പ്ലാന്റിൻ്റെ ബിഗോണിയയുടെ കോംബോ ആണ് കേട്ടോ. ഇതാണ് 4 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 200+ ഈസിയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ മദർ പ്ലാന്റുകൾ വരുന്നത്. നല്ല രസമാണ് മദർ പ്ലാന്റിൻ്റെയൊക്കെ ലീഫുകൾ കാണാൻ. അത് ചെറിയ തൈകളായതുകൊണ്ടാണ് ദാണ്ട് ഈ ഒരു രീതിയിൽ നിൽക്കുന്നത്.
നാല് ഡിഫറെൻറ്റ് കളറാണ്. അന്നേരം 4 പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് 200+ ഈസിയാണ് കേട്ടോ. അതാണ്ട് ഈ ഒരു ബിഗോണിയ കോംബോ ആണ്. അതാണ്ട് ഇത് 4 പ്ലാന്റ്, ഇതൊരു പ്ലാന്റ്, അതാണ്ട് ഈ ലീഫ് വരുന്നൊരു പ്ലാന്റ്, പിന്നെ അതാണ്ട് ഇതൊരു പ്ലാന്റ്, അതാണ്ട് ഈ റെഡ് കളർ വരുന്നതാണ്ട് ഇതൊരു പ്ലാന്റ്. ഈ 4 പ്ലാന്റിൻ്റെ ഇത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റാണ് കേട്ടോ. ഇത് നമുക്ക് പാക്ക് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും, ചിലപ്പം കട്ട് ചെയ്ത് വെക്കേണ്ടി വരും, കാരണം നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട് കേട്ടോ. അന്നേരം താണ്ട് ഈ 4 പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് 300+ ഈസിയാണ് കേട്ടോ. ഈ 4 പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തതാണ്ട് ഈ 3 പ്ലാന്റിൻ്റെ കോംബോ ആണ് കേട്ടോ. അതുകൊണ്ട് ഇത് ലീഫിനിങ്ങനെ ഒരു വൈറ്റും കൂടെ കയറി വരുന്ന ഒരെണ്ണമാണ്. ഇത് ലീഫിങ്ങനെ പച്ച കളർ മാത്രം ഉള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതെല്ലാം ഇൻഡോറാണ് കേട്ടോ. ഇത് ഒരു റെഡ് ഷെയ്ഡ് കയറി വരുന്ന ഒരെണ്ണം. അങ്ങനെ ഈ 3 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 200+ ഈസിയാണ് കേട്ടോ. ഈ 3 പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ബുഷി പോട്ടാണ് കേട്ടോ. ഇതിൽ നിന്ന് 1-2 ഷൂട്ടായിട്ടായിരിക്കും നമ്മൾ തരുന്നത് റൂട്ട് വന്നത്. 3 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 200+ ഈസിയാണ് കേട്ടോ. അടുത്തത് ദാണ്ട് ഈ 4 സിങ്കോണിയത്തിൻ്റെ കോംബോ ആണ് കേട്ടോ. ഈ 4 സിങ്കോണിയം പ്ലാന്റിൻ്റെ കൂടെ പ്രൈസ് വരുന്നത് 250+ ഈസിയാണ് കേട്ടോ. ദാണ്ട് ഈ 4 പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഇനി കുറച്ച് 10 മണിയുടെ കട്ടിങ്സാണ് സെയിലിനായിട്ടുള്ളത്. ഇതൊരു 50ഓളം വെറൈറ്റി ഉണ്ട് കേട്ടോ. അന്നേരം അതിനകത്തുനിന്നൊരു 30-32 വെറൈറ്റിയൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഒരു വെറൈറ്റിയുടെ ഒരു 4-5 കട്ടിങ് വീതം നമ്മളുള്ളതനുസരിച്ച് തരുന്നതായിരിക്കും കേട്ടോ. അന്നേരം ഈ ഇത്രയും വെറൈറ്റികൾക്കും കൂടെ നമ്മൾ 300+ ഈസി അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് അലാന വെറൈറ്റിയും ജംബോ വെറൈറ്റിയും ആന 10 മണിയും ഒക്കെ ഉണ്ട് കേട്ടോ. അന്നേരം മിക്സ് ചെയ്തിട്ടായിരിക്കും തരുന്നത്. ഈ അലാന വെറൈറ്റിക്കൊക്കെ നമ്മൾ സിംഗിളായിട്ട് വാങ്ങിക്കാൻ ചെല്ലുമ്പം അത്യാവശ്യം നല്ല, ഞാനൊക്കെ വാങ്ങിച്ചതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അലാന പ്രത്യേകം വാങ്ങിച്ചതിന്. അലാനയുടെ ഒരു 4 കളർ ഷെയ്ഡ് വരുന്നുണ്ട്. വൈറ്റ്, ഒരു റെഡ്, പിന്നെ ഒരു പിങ്ക്, പിന്നെ ഒരു ലൈറ്റ് പിങ്ക്. അലാന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അതായത് 10 മണിയിൽ തന്നെ നല്ലോണം ഹാങ് ചെയ്ത് ഇടാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് ഈ അലാന എന്ന് പറയുന്നത്. പിന്നെ ആന 10 മണിയൊക്കെ അടിപൊളിയാണ് കേട്ടോ ഫ്ലവർ കാണാൻ. അന്നേരം 300 രൂപയാണ് കേട്ടോ കട്ടിങ്സ് എല്ലാം കൂടെ നമ്മൾ വരുന്നത്. ഇത് ഒരുമിച്ചായിരിക്കും നമ്മൾ തരുന്നത്. പിന്നെ സിംഗിളായിട്ട് തരാം, പക്ഷെ അതിൽ നല്ലത് ഒരുമിച്ച് എടുക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് നല്ലത്. ഇതാണ് ആന 10 മണി. ഇത് നമുക്ക് വീഡിയോയിൽ അതിൻ്റെ ആ ഒരു വലിപ്പം കിട്ടുന്നില്ല. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഫ്ലവറിന്. നമുക്ക് രാവിലെയൊക്കെ വിരിഞ്ഞ് നിന്നാൽ വൈകിട്ട് വരെ ഫ്ലവർ വയ്ക്കും കേട്ടോ. എന്നിട്ടാണ് അടഞ്ഞു പോകുന്നത്. അന്നേരം 300 രൂപയും പ്ലസ് ഈസിയാണ് കേട്ടോ വരുന്നത്. നമ്മുടെ ഇവിടുത്തെ ഒരു ഏരിയ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെറൈറ്റികൾ വാങ്ങിച്ച് നട്ടതാണ്. അന്നേരം ഒത്തിരി നട്ടു, അവിടെ എല്ലാം നട്ട് കഴിഞ്ഞു. അന്നേരം പിന്നെ ഒത്തിരി ബാക്കിയുണ്ട്. ഇനി കുറേ സെയിൽ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കുറച്ച് എപ്പീഷ്യ പ്ലാന്റുകളാണ് കേട്ടോ. അന്നേരം എപ്പീഷ്യയുടെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഈ ഉണക്കൊക്കെ വരുന്ന സമയത്ത് വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടിട്ട് കുറേ നഷ്ടമായിപ്പോയി. എന്നിട്ട് പിന്നെയും ആ പോട്ടിലൊക്കെ തന്നെ ഇപ്പം വീണ്ടും കിളിച്ച് വരുന്നതാണിത് കേട്ടോ. 10-15ഓളം വെറൈറ്റി ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം ഒന്നും ഇല്ല. അന്നേരം ഇത് 20 രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. 1-2 പ്ലാന്റ് വെച്ചിട്ടായിരിക്കും തരുന്നത്. 20 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അന്നേരം നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ വേണമെങ്കിലും ചോദിച്ച് വാങ്ങിക്കുക. ഇതൊരു യെല്ലോ വെറൈറ്റിയാണ് കേട്ടോ. യെല്ലോ വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ ഫ്ലവർ വരും. ആ ഒരു ഗ്രീൻ ലീഫിനകത്ത് യെല്ലോ ഫ്ലവർ ഉള്ളതാണ്. അങ്ങനെ ഇതിപ്പോൾ ഒരു 5-6 വെറൈറ്റി ഉണ്ടെന്ന് തോന്നുന്നു, കളർ ഷെയ്ഡ് മാറ്റിയൊക്കെ ഫ്ലവറും ഒക്കെ മാറി വരുമ്പോൾ. അന്നേരം ഇതിലേതെങ്കിലുമൊക്കെ പ്ലാന്റ്സുകൾ വേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ ചോദിക്കാമെങ്കിൽ നമ്മൾ ഈ പ്ലാന്റിൻ്റെ കൂടെ ഇതും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോയുടെ ആദ്യം പറയാൻ മറന്നുപോയി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും തരാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിടാമെങ്കിൽ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. പിന്നെ വാട്ടർ പ്ലാന്റ്സിൻ്റെ കൂടെ ഇത് ഓർഡർ തരല്ലേ, കാരണം 2 പാക്കിംഗ് ആയിരിക്കും. അന്നേരം നമുക്ക് ചിലരുണ്ട് ആമ്പലിൻ്റെ കൂടെ 2 ഈ പ്ലാന്റ് കൂടെ എടുക്കാൻ. അങ്ങനെ എടുക്കരുത്. 2 ബോക്സിലായിട്ടേ നമുക്ക് പാക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. 2 രീതിയിലാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത്. പിന്നെ പ്ലാന്റ് വേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ മെസ്സേജ് ഇടാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു.